അപ്പോൾ അത് ഫോഴ്സ് ചെയ്യേണ്ട ഒരു സാധനമാണോ ധ്യാനം എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് തന്നെ സംശയമാണ്. അത് ഒരു പ്രാക്ടീസായിട്ട് എടുത്താൽ ചെയ്യാൻ പറ്റുമായിരിക്കും. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം ഇരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ധ്യാനത്തിൽ ഇരിക്കുക എന്നുള്ള സമയം ഒരു 10 മിനിറ്റ് ധ്യാനിക്കുക. അതിനുവേണ്ടി ഒരു മീഡിയയും നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കുന്നില്ല. നമ്മളുടെ കണ്ണിൻ്റെ മീഡിയം പോലും ഉപയോഗിക്കുന്നില്ല. കണ്ണ് തുറന്നു വയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വിഷ്വൽ ഇൻപുട്ട് അകത്തോട്ട് ചെല്ലുക എന്നുള്ള ഇതാണ്. അപ്പോൾ ആ വിഷ്വൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു മീഡിയയാണ്. അപ്പോൾ നമ്മൾ കണ്ണടച്ചു വയ്ക്കുന്നു, നമുക്ക് ചെവി അടച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾക്ക് അധികം ഒച്ചപ്പാടില്ലാത്തൊരു സ്ഥലത്ത് വേണമെങ്കിൽ പോയിരിക്കാം. പക്ഷേ ഒച്ചയല്ല ശരിക്കും പ്രശ്നം. നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളവരുടെ സംസാരമാണ്. ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോൾ അതിൽ അർത്ഥമുണ്ട്, ഇമോഷനുണ്ട്, അവരാരാണെന്നറിയാം. അപ്പോൾ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു ഡിസ്ട്രാക്ഷനായിട്ട് വരുന്നത്. ഒച്ച എന്ന് പറയുന്നൊരു സാധനം അധികം ഡിസ്ട്രാക്ഷൻ ആവേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ചിലപ്പോൾ ചില കിളികളൊക്കെ കരയുന്നതൊക്കെ ചിലപ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ ആയേക്കാം. പക്ഷേ അതിനെ ഒന്നും ഒരു മിസ്റ്റേക്കായി കാണാതെ അതൊക്കെ അതിൻ്റെ ആ ഒഴുക്കിൻ്റെ ഒരു പാർട്ടായിട്ട് കണ്ടാൽ അതിനെയൊക്കെ ധ്യാനമായിട്ട് എടുക്കാം ധ്യാനിക്കുന്ന സമയത്ത്. പക്ഷേ ധ്യാനം എന്ന് പറയുന്നൊരു സാധനം കൃത്രിമമായിട്ട് അങ്ങനെ ചെയ്യുന്നതിന് പകരം നാച്ചുറലായിട്ട് ചില സമയങ്ങളിൽ നമ്മളുടെ മനസ്സ് എത്രത്തോളം ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ADHD ടൈപ്പ് ഉള്ള ആളാണെങ്കിലും എത്രത്തോളം അത് ഫ്യൂവൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതായത് ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് സ്ക്രോൾ ചെയ്യുക, യൂട്യൂബ് നോക്കുക, ഇതിന്ന് എപ്പോഴും ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അറ്റൻഷൻ ഒന്നിലും ഫോക്കസ് ചെയ്യാതെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ അവർ ചായ കുടിക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോഴോ, ഈവൻ ഫുഡ് കഴിക്കുമ്പോൾ പോലും ആൾക്കാർ ഫോണിലാണല്ലോ കൂടുതലും. ഇടത്തെ കയ്യിൽ ഫോണും വലത്തെ കൈ കൊണ്ട് ഫുഡ് കഴിക്കുകയാണല്ലോ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈവൻ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ പോലും ചില സമയം അവർ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ രീതിയിൽ ഒരു ധ്യാനാവസ്ഥയിൽ തന്നെയാണ്. അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ നിമിഷങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിമിഷങ്ങളാണ്. അത് ജസ്റ്റ് എൻജോയബിൾ ആയിട്ടുള്ള നിമിഷങ്ങളുമാണ്. ആ എൻജോയബിൾ ആയിട്ടുള്ള ആ ചെറിയ ഇടവേളകൾ ശ്രദ്ധിച്ചാൽ അത് ചെറുതായിട്ട് വികസിക്കാൻ തുടങ്ങും. അത് ഒരു വിള്ളൽ പോലെയാണ്. ആ വിള്ളൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും തോറും ആ വിള്ളലിൻ്റെ ഇത് കൂടും, അത് വികസിക്കാൻ തുടങ്ങും. അപ്പോൾ അതിലൂടെ വെളിച്ചം ഉള്ളിലോട്ട് വരാൻ തുടങ്ങും. ആ ശാന്തിയുടെ വെളിച്ചമാണ്. കുറച്ച് ശാന്തിയും സമാധാനവും അങ്ങനത്തെ ടൈപ്പ് ഒരു സാധനം. അങ്ങനെ ഒരു നാച്ചുറലായിട്ടുള്ള രീതിയിലും ഈ ധ്യാന അവസ്ഥ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം.